ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്നിവിടെ കുറച്ച് ബീഡിങ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നമുക്ക് വുഡ് ഫിൽ വെച്ച് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കതൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 10 ഇഞ്ച് റൗണ്ട് വരുന്ന പോലെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ആളടിച്ച് ഒരു പെൻസിൽ ഉപയോഗിച്ച് നമുക്കിതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിതൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ സൈഡ് എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് സാൻഡർ ഉപയോഗിച്ച് ഒന്ന് ക്ലിയർ ആക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ 2 വശങ്ങളും സാൻഡർ ഉപയോഗിച്ച് ക്ലിയർ ആക്കി എടുക്കണം. ശേഷം 2 സെൻറ്റർ മാർക്ക് ചെയ്ത് ഡ്രില്ലിട്ടൊരു ഹോൾ ചെയ്യുക. ശേഷം നമുക്ക് അതിൻ്റെ വാച്ചിൻ്റെ മോട്ടർ അതൊന്ന് വെച്ച് വരച്ചെടുക്കാം. നമുക്ക് റൂട്ടർ ഉപയോഗിച്ച് അതൊന്ന് താഴ്ത്തിയെടുക്കണം. ഒരു 8 mm സാധനം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ബീഡിങ് വന്നിട്ട് 1 സെൻറ്റിമീറ്റർ തിക്നെസ്സുള്ള ബീഡിങ്ങാണ്. നമുക്കത് 8 mm താഴ്ത്തിയെടുത്തിട്ടുണ്ട്, മോട്ടർ ഇറങ്ങി നിൽക്കുന്ന പോലെ. അതിനുശേഷം ഇതുപോലെ ഒന്ന് മുള്ള് സെറ്റ് ചെയ്തെടുക്കാം. സെറ്റ് ചെയ്ത് നോക്കാം. ഇത് നമുക്കിനി ഇതിൻ്റെ സമയമൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാനുണ്ട്. അതിങ്ങനെ വെച്ച് സമയം കറക്റ്റാക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്താൽ മതി. കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി നമ്മളിവിടെ സ്പീഡ് കൂട്ടിയതാണ്. അതിനുശേഷം 5.5 mm ബിറ്റ് ഉപയോഗിച്ച് നമുക്ക് ആ സംഖ്യകളൊക്കെ ഒന്നതിൽ തന്നെ വരച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ പുറകിൽ നമുക്ക് ആ ക്ലോക്ക് ഒന്ന് തൂക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഭിത്തിയിൽ തൂക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബീഡിങ്ങിൽ ഹോൾ ചെയ്തിട്ട് പുറകിലോട്ട് വെച്ച് കൊടുത്താൽ മതി, കട്ട് ചെയ്ത്. അതിനുശേഷം നമുക്ക് സീലർ ഉപയോഗിച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. നമുക്ക് ആ മോട്ടറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മുള്ളൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.